ഹിന്ദു വോട്ടുകൾ കയ്യിൽ നിന്ന് ചോരാതിരിക്കാൻ, പ്രത്യേകിച്ച് ഈഴവ വോട്ടുകൾ കയ്യിൽ നിന്ന് ചോരാതിരിക്കാൻ വെള്ളാപ്പള്ളി നടേശനെ തൊടാൻ പറ്റില്ല, CPM തൊടുകയുമില്ല. അതുകൊണ്ട് വെള്ളാപ്പള്ളി നടേശൻ ഇനി ഇതിൻ്റെ അപ്പുറം എന്ത് പറഞ്ഞാലും, നമ്മളിതിനപ്പുറവും പറയുന്നത് കേട്ടിട്ടുണ്ട്. മലപ്പുറം ജില്ലയിൽ ജീവിക്കാനാകുമോ എന്ന് വരെ ചോദിച്ചിട്ടുണ്ട്. CPM തൊടില്ല. ഇനി കത്തോലിക്ക സഭയിലേക്കും ക്രൈസ്തവ സഭകളിലേക്കും വന്നാൽ ഒരു പ്രധാനപ്പെട്ട അവസരം ഇലക്ഷൻ 8 മാസം മുമ്പ് വീണ് കിട്ടുകയാണ്. കേരളത്തിന് പുറത്ത് 2 സ്ഥലങ്ങൾ. ആദ്യത്തെ സ്ഥലത്താണ് വലിയ വിവാദമുണ്ടായത്. അവിടെ കന്യാസ്ത്രീകൾ ആക്രമിക്കപ്പെടുന്നു. അത് രാഷ്ട്രീയ പാർട്ടികളെല്ലാവരും ഏറ്റെടുക്കുന്നു. BJP വളരെ പെട്ടെന്ന് ഡിഫെൻസീവായി പോകുന്നു. അവരാളെ വിടുന്നു. അത് വീണ്ടും കുളവാകുന്നു. അങ്ങനെ 4-5 ദിവസം കേരളത്തിൽ BJPക്കെതിരെ കേരളത്തിലെ ക്രൈസ്തവർ മുഴുവൻ തെരുവിലിറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഇതാണ് ഇതിൻ്റെ കോണ്ടെക്സ്റ്റ്. ആ പ്രശ്നം കഴിയുമ്പോഴേക്കും പാമ്പ്ലാനി BJPക്ക് നന്ദി പറഞ്ഞു എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം. പക്ഷേ പാമ്പ്ലാനി മാത്രമാണോ BJPക്ക് നന്ദി പറഞ്ഞത്? പാമ്പ്ലാനി ഈ വിഷയം തുടങ്ങുമ്പോൾ തന്നെ മാർ ജോസഫ് പാമ്പ്ലാനിക്ക് പുറമെ പാലാ ബിഷപ്പ് ജോസഫ് കല്ലറങ്ങാട്, അദ്ദേഹത്തിൻ്റെ പ്രതികരണം എങ്ങനെയാണ്? വളരെ സൂക്ഷിച്ചായിരുന്നു. ഈ മാർ ജോസഫ് കല്ലറങ്ങാടിൻ്റെ പ്രത്യേകത ലവ് ജിഹാദിനോടൊപ്പം നാർക്കോട്ടിക് ജിഹാദ് ഉണ്ട് എന്ന് പറഞ്ഞ ഒരു വ്യക്തിയാണ്. അദ്ദേഹവും BJP ഈ വിഷയത്തിൽ പറയുമ്പോൾ വളരെ സൂക്ഷിച്ചായിരുന്നു പ്രതികരണം. KCBC മാത്രമാണ് കുറച്ചുകൂടെ വ്യക്തമായും ശക്തമായും ഒരു പ്രസ്താവന ഇറക്കിയത്. അതിനകത്തും BJP എന്ന വാക്കുണ്ടായിരുന്നില്ല, പക്ഷേ ബജ്രംഗ് ദൾ എന്ന പ്രയോഗമുണ്ടെന്ന് വളരെ ഷാർപ്പായിരുന്നു.